ഹായ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കൂൾ പ്രൊജക്റ്റാണ്. അതായത് ഒരു മദ്രസയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു 8 ക്യാമറകളെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടിയാൻഡി എന്നുള്ള ബ്രാൻഡാണ്. അപ്പോൾ ടിയാൻഡിൻ്റെ 4 MB ക്യാമറയും 2 MB ക്യാമറയും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ടിയാൻഡിൻ്റെ 4 MB ക്യാമറ ഒന്ന് കാണാം. ഇതുപോലത്തെ ഒരു പാക്കിങ്ങാണ് വരുന്നത്. മോഡൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. കേട്ടോ, C34QL. ഇത് 30 മീറ്റർ IR വരുന്ന ഒരു 4 MB ക്യാമറയാണ് കേട്ടോ. നൈറ്റ് കളർ വ്യൂ അല്ല, IR ആണ്. മറ്റുള്ള 2 MB കളർ സീരീസിൻ്റെ മാതിരിയുള്ള ഒരു ഹൗസിംഗ് ഒക്കെ തന്നെ വരുന്നത്. ഹൗസിങ്ങിന് ഡിഫറൻസ് ഇല്ല. പ്രൊജക്ട് സീരീസ് ഒക്കെ 50 മീറ്റർ IR വരുമ്പോൾ അതിൻ്റെ ഹൗസിങ്ങിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മൾ കളർ സീരീസ് കാണുന്ന അതേ ഹൗസിംഗ് ആണ്, പക്ഷേ അതിൽ 4 MP ആണ്. നല്ല ക്ലാരിറ്റിയാണ്. ഇതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ വ്യൂ കിട്ടും. നമുക്കതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ പോളി കാർബണേറ്റഡ് ഹൗസിംഗ് വരുന്നുണ്ട്. നല്ല മൈക്കാണ്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ലെൻസ് വരുന്നത് 4mm ആണ്. 4mm ലെൻസാണ് വരുന്നത്. പിന്നെ NVR ആണ്. NVR സാധാരണ നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് 16 ക്യാമറൻ്റെ ഒരു ക്യാമറ വെക്കണം എന്ന് പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 16ൻ്റെ NVRകൾ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് 17, 18 ക്യാമറ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 32 ചാനൽ NVRലേക്ക് പോകേണ്ടി വരും. പക്ഷേ 32 ചാനൽ NVR ചിലപ്പോൾ അത്രയും ക്യാമറേൻ്റെ ആവശ്യം ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ കോസ്റ്റും നമുക്ക് വളരെ കൂടുതലാണ് ഈ 32 NVR വാങ്ങുക എന്ന് പറയുമ്പോൾ. അവിടെ നമുക്ക് ടിയാൻഡിൻ്റെ 20 ചാനൽ NVRകൾ വെക്കാം കേട്ടോ. അതൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത് 2 സാറ്റ സപ്പോർട്ട് ചെയ്യുന്ന ഒരു NVR ആണിത്. വലിയ NVR-ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. AI ഫീച്ചേഴ്സ് ആയാലും ഫേസ് റെക്കഗ്നേഷനും അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ക്യാമറയും അത് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറകളായിരിക്കണം എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് NVR വരുന്നത്. വലിയ NVR ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാട്ടോ NVR കണ്ടില്ലേ. നിങ്ങൾക്ക് ഈ NVR ചിലപ്പോൾ പല പോപ്പുലർ ബ്രാൻഡുകൾക്കും ഈ NVR ഈ കമ്പനി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്ത്യയിൽ തന്നെ പല പോപ്പുലർ കമ്പനികൾക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ NVRകളും ഈ ക്യാമറകളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ ഹൗസിംഗ് ഈ 5 ചാനൽ 20 ചാനൽ അങ്ങനെ പറയുന്ന NVRകൾ വരുന്ന ബ്രാൻഡുകളെല്ലാം ആ ക്യാമറ ഉണ്ടായി കൊടുക്കുന്ന ടിയാൻഡി എന്നുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇവർ ഒരുപാട് കമ്പനികൾക്ക് ക്യാമറ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു NVR ആണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുള്ള നല്ലൊരു NVR ആണ്. ഇത് പ്രൊജക്റ്റിന് ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു NVR. അതുണ്ടോ, ഇതിൻ്റെ കണക്റ്റേഴ്സിന് ഓഡിയോ പോർട്ട് ഉണ്ട്, മൈക്ക് ഉണ്ട്, എല്ലാം HDMI LAN എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് സാധാരണ 4U റാക്കിൽ കൊള്ളും. ഞാൻ തന്നെ 4U റാക്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റാക്കൊക്കെ കുറച്ച്. കാരണം ഇവിടുത്തെ ഫണ്ട് വളരെ കുറവാണ്. അപ്പോൾ അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കില്ല. 6U റാക്കൊക്കെയാണ് സാധാരണഗതിയിൽ വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ 4U റാക്ക് വെച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് ഈ NVR കൊള്ളുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത് ഞാൻ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കാണിച്ചു തരാം. ഈ ക്ലാസ് റൂമിൻ്റെ പിറകുവശത്തൂടെ ഞങ്ങൾ പൈപ്പ് അടിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പൈപ്പിംഗ് ഒന്നും അങ്ങനെ വല്ല വിസിബിളായിട്ട് എവിടെയും കാണാനില്ല. ആ രീതിയിൽ പൈപ്പ് അടിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ ക്യാമറ വെച്ചൊന്ന് കാണിച്ചു തരാവേ. ഉണ്ടോ, ക്ലാസ് റൂമിൽ നമ്മൾ ക്യാമറ വെച്ചത് എങ്ങനെ കാണിച്ചു തരാം. ഇവിടെയാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. കണ്ടോ, ടിയാൻഡിൻ്റെ ക്യാമറ ഇരിപ്പുണ്ട്. ഈ ക്യാമറ നമുക്ക് പുറത്തിപ്പോൾ വയറിംഗ് ഒന്നും ഇല്ല. അപ്പോൾ വയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പുറത്ത് വിസിബിളായിട്ടൊന്നും കാണുന്നില്ല. ക്യാമറ മാത്രം കാണും, വൃത്തിയിൽ കാണുകയും ചെയ്യാം. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ടിയാൻഡിൻ്റെ AK സീരീസ് ക്യാമറ കേട്ടോ. അനലോഗ് കില്ലർ എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. പ്രൈസും കുറവാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം മൈക്കോട് കൂടിയുള്ള ക്ലാരിറ്റി അതിന് ഉണ്ടാവുകൊണ്ട് തന്നെ ഇവർക്ക് ഓഡിയോ വിഷ്വൽസും കിട്ടും, അതുപോലെ നല്ലൊരു വീഡിയോ ക്ലാരിറ്റിയും കിട്ടും. അപ്പോൾ കോസ്റ്റ് ഒരുപാട് വരില്ല. ഒരു 2500 റുപ്പീസിനൊക്കെ ക്യാമറ കിട്ടും. പുറത്ത് നമ്മളിപ്പോൾ 2 ക്യാമറ, ഒന്ന് നമുക്ക് ഈ വരാന്ത കാണുന്ന ഇപ്പോൾ ഔട്ട് സൈഡ് കാണുന്ന രീതിയിലും ഒന്ന് നമ്മൾ ഫ്രണ്ട് റോഡ് കാണുന്ന രീതിയിലാണ് ക്യാമറ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്യാമറ ഒരു സ്ഥലത്ത് തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വയറിങ് ചെയ്തിട്ട് അവിടെ നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ ഈ POI സ്പ്ലിറ്റർ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്പ്ലിറ്റർ നിങ്ങൾ വേറെ ടെക്നീഷ്യന്മാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും സ്പ്ലിറ്റർ ഇടരുത്. ഈ സ്പ്ലിറ്ററിന് ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. വെച്ചാൽ ഇതിൻ്റെ ഈ കണക്ടറൊക്കെ പെട്ടെന്ന് തുരുമ്പ് വരാനൊക്കെ. അപ്പോൾ ഒരു ഈർപ്പം വരുന്ന ഭാഗത്തൊന്നും ഒരിക്കലും സ്പ്ലിറ്റർ ഉപയോഗിക്കരുത്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. വയറിങ് കുറയ്ക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് സ്പ്ലിറ്റർ. പക്ഷേ സ്പ്ലിറ്റർ കാരണം നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ സർവീസിന് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്പ്ലിറ്റർ ഇടേണ്ട സ്ഥലം നോക്കിയിട്ട് ഇട്ടാൽ മതി. നല്ലൊരു സൊല്യൂഷനാണ് സ്പ്ലിറ്റർ.
അടുത്തത് ഇനി നമുക്ക് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കാണിച്ചു തരാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ വിഷ്വൽസാണ് അത് കാണുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതവരുടെ ഫ്രണ്ട് വ്യൂ ആണ്, കണ്ടോ. ഇത് ടിയാൻഡിൻ്റെ 4 MB ക്യാമറ കേട്ടോ, അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. ഇനി നമുക്ക് ക്ലാസ് റൂമിലേക്ക് ഒന്ന് പോയേക്കാം. ക്ലാസ് റൂമിൽ കണ്ട ക്ലാരിറ്റി, ഇതൊരു 2 MP ക്യാമറയാണ് വിത്ത് ഓഡിയോ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതാണ് ടിയാൻഡിൻ്റെ ക്ലാരിറ്റി വരുന്നത്. ഇതിൽ നമുക്ക് പ്ലേ ബാക്കൊക്കെ നോക്കുമ്പോൾ കാണിച്ചു തരാം. പ്ലേ ബാക്ക് നോക്കണ്ട, ഈ റെഡ് കളറിലായിട്ട് കാണുന്നതൊക്കെ നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ റെക്കോർഡിംഗ് ആണ്. എന്തെങ്കിലും അനക്കങ്ങളുണ്ടെങ്കിൽ റെക്കോർഡാവുന്നതാണ് ഈ കാണുന്ന റെഡ് കളറിലൊക്കെ കാണുന്ന റെക്കോർഡിങ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ മാതിരി എന്ത് അനക്കുണ്ടെങ്കിലും റെക്കോർഡ് അങ്ങനെ വരും. അപ്പോൾ അതാണ് ടിയാൻഡിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഈ NVR. പ്രൊജക്ട് സീരീസ് NVR ആണ്. ഇതൊരു വെരിഫോക്കൽ ക്യാമറ കേട്ടോ, മോട്ടറൈസ്ഡ് വെരിഫോക്കൽ ക്യാമറ. ഇവിടെ നമുക്ക് PT സെറ്റ് മെനുവിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. PT സെറ്റ് കൺട്രോൾ ഉണ്ട്. PT സെറ്റ് കൺട്രോൾ എടുത്ത് നമുക്കിവിടെ സൂം ചെയ്യാൻ കണ്ടില്ലേ, നമുക്ക് ആ ബിൽഡിങ്ങിനെ വളരെ അടുത്തായിട്ട് കാണാം. ഇതാണ് മോട്ടറൈസ്ഡ് വെരിഫോക്കൽ ക്യാമറ. നമ്മൾ ഫോക്കസ് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ കാണാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കണ്ടല്ലേ. അപ്പോൾ അത്രയും ദൂരമുള്ള ബിൽഡിങ്ങിന് നമുക്ക് അത്രയും അടുത്തായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ടിയാൻഡിൻ്റെ ഒരു പ്രൊജക്ട് സീരീസ് ക്യാമറകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മോട്ടറൈസ്ഡ് വെരിഫോക്കൽ ക്യാമറയാണ് കണ്ടോ. ഇനി ഇത്രയും സൂമിങ് വരുന്നുണ്ട്. ഇനിയില്ല, അത് ലാസ്റ്റ് ആയിട്ടുള്ള സൂമിങ്ങിൻ്റെ ലാസ്റ്റാണ് വരുന്നത്. ഇത് 2.8 mm മുതൽ 12 mm വരുന്ന ലെൻസാണ്. ഇത് മോട്ടറൈസ്ഡ് സൂമിങ് ആവുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ സൂം ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മാനുവലൊക്കെ പണ്ട് വന്നിരുന്നു. മാനുവലായിട്ട് നമുക്ക് കൈ കൊണ്ട് തിരിച്ചിൻ്റെ ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എത്ര ദൂരത്തു നിന്നാണ് കാണിച്ചു തരാം. ഇത്രയും ദൂരത്തു നിന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇത് ക്യാമറ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു പ്രൊജക്റ്റ് ഇനി അടുത്തത് കാണിച്ചു തരാം. ബൈ.